വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വറൽ. ഇനി ജാവാസ്ക്രിപ്റ്റിൽ നമ്മളിപ്പോൾ ഇവിടെ കോഡ് എഴുതിയിട്ടുണ്ട്. അതായത് num1 ഈക്വൽ ടു 5 num2 ഈക്വൽ ടു 6 എന്ന് പറഞ്ഞ കോഡ് ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിന്റെ സമ്മ് കാണുന്ന കോഡ് എഴുതി അലേർട്ടും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ അലേർട്ട് നമുക്ക് ബ്രൗസർ എപ്പോഴൊക്കെ നമ്മൾ റീഫ്രഷ് ചെയ്യുന്ന അല്ലെങ്കിൽ ബ്രൗസർ ഓരോ യൂസേഴ്സ് അത് തുറക്കുന്ന സമയത്ത് തന്നെ ആ ഒരു അലേർട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെയല്ല, നമ്മൾ ആപ്ലിക്കേഷനൊക്കെ ഉണ്ടാവുന്നത് നമുക്ക് പല ഇവന്റ്സ് ഉണ്ടാവും. ഓരോ സമയത്ത് ഓരോ യൂസേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഓരോ ആക്ഷൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ പറഞ്ഞു ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു ബിൽഡിങ്ങിൽ നമുക്ക് ഫംഗ്ഷനാലിറ്റി കൊടുക്കും പോലെയാണ്. നമ്മളൊരു റൂമിൽ കയറിയിട്ട് നമ്മളൊരു ലൈറ്റിന്റെ സ്വിച്ച് ഇടുന്ന സമയത്താണ് ഒരു ലൈറ്റ് കത്തുന്നത്, അല്ലെങ്കിൽ ഫാനിന്റെ ഒരു സ്വിച്ച് ഇടുന്ന സമയത്താണ് ഫാൻ കറങ്ങുന്നത്, അല്ലേ? അതേപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് അവിടെ കയറി വരുന്ന സമയത്ത് അല്ല വർക്ക് ചെയ്യേണ്ടത്, നമ്മൾ സ്വിച്ച് ഇടുന്ന സമയത്താണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ അതേപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റിലും ഓരോ ഇവന്റ്സ് ഉണ്ട്. ഓരോ ഇവന്റ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ ഫംഗ്ഷനാലിറ്റീസ് വർക്ക് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കോഡുകളൊക്കെ റീയൂസബിൾ ആയിട്ട് മാറ്റണം. അതായത് നമ്മൾ എഴുതിയ കോഡ് ഓരോ പ്രാവശ്യം സ്വിച്ച് ഇടുന്ന സമയത്ത് വർക്ക് ചെയ്യണം. അങ്ങനെ റീയൂസബിൾ ആയിട്ട് നമ്മൾ ഇതൊരു ബ്ലോക്കാണ്, ഞാൻ പറഞ്ഞു ഒരു ലൈൻ, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. num1 സ്റ്റോർ ചെയ്യുന്നത്, ഇത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, ഇത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇത് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്സ്, ഒന്നിലധികമുള്ള സ്റ്റേറ്റ്മെന്റ് ഒരു കാര്യം നടത്താനുള്ള ഒരു ആവശ്യത്തിലുള്ള ഒന്നിലധികം സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എന്ത് ചെയ്യും, ഒരു ബ്ലോക്ക് ആക്കി മാറ്റുന്നതിനാണ് റീയൂസബിൾ ആയിട്ട് പിന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്ലോക്ക് ആക്കി മാറ്റുന്നതിനാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ജാവാസ്ക്രിപ്റ്റിലായാലും ഏത് ലാംഗ്വേജിലായാലും ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഫംഗ്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു കീവേഡ് ഉണ്ട്. ഫംഗ്ഷൻ എന്നിട്ട് സ്പേസ് ഇടുക, ഫംഗ്ഷന് പേര് കൊടുക്കുക, ഫൈൻഡ് സം ഒരു പേര് കൊടുത്തു. ഇവിടെ ഫംഗ്ഷൻ എന്ന് പറയുന്ന സ്പേസ് ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു ഫൈൻഡ് സം എന്ന് പറയുന്ന പേര് കൊടുത്തു. അതായത് സമ്മ് കാണാം എന്നാണ് പറയുന്നത്. എന്നിട്ടൊരു പരാന്തസിസ് ഇട്ടു, നമ്മൾ ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. എന്നിട്ട് സ്പേസ് ഇട്ടിട്ട് നമ്മൾ കേളി ബ്രേസ് ഇട്ടു. എന്നിട്ട് ആ കേളി ബ്രേസ് ക്ലോസ് ചെയ്തു. ഈ ഒരു കേളി ബ്രേസിന്റെ ഉള്ളിലാണ് നമ്മൾ ഫംഗ്ഷന്റെ കോഡ് എഴുതേണ്ടത്. ഇതാണ് ഫംഗ്ഷന്റെ ബോഡി എന്ന് പറയുന്നത്, ഫംഗ്ഷൻ ബോഡി. ഇവിടെയാണ് ഫംഗ്ഷൻ ബോഡി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത കോഡ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഫംഗ്ഷൻ ബോഡിയിലേക്ക് നമ്മൾ മാറ്റാണ്. ഞാനിവിടെ നേരത്തെ ചെയ്ത കോഡ് തന്നെ ഫംഗ്ഷൻ ബോഡിയിലേക്ക് മാറ്റാണ്. ഇതിന് ശേഷം ഞാൻ റീഫ്രഷ് ചെയ്തു, ആ അലേർട്ട് വരുന്നില്ല. നമ്മൾ കോഡ് ഓൾറെഡി ഇവിടെ ഉണ്ട്, പക്ഷെ അലേർട്ട് വന്നിട്ടില്ല ഇപ്പോൾ. കാരണം നമ്മളത് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന്റെ ബോഡിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷെ ആ ഫംഗ്ഷൻ നമ്മൾ അവിടെ ഉണ്ടാക്കിയിട്ടുള്ളൂ, ഫംഗ്ഷനെ നമ്മൾ വിളിച്ചിട്ടില്ല. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കിയിട്ട് അതിനെ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നതിനാണ് പല രീതിയിൽ നമ്മൾ ഒന്ന് ഫംഗ്ഷൻ വിളിക്കുക, കോൾ ചെയ്യാന്ന് പറയും, അല്ലെങ്കിൽ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫംഗ്ഷൻ റൺ ചെയ്യാം, അതല്ലെങ്കിൽ ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്യാം. ഇങ്ങനെയൊക്കെയാണ് ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് പറയുന്ന പേരുകളാണ്, നമ്മൾ പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ പറയുന്ന പേരുകളാണ് ഫംഗ്ഷൻ കോൾ ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക, റൺ ചെയ്യുക, ഇൻവോക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഫംഗ്ഷന്റെ പേര് സമ്മ്, എന്നിട്ട് നമ്മൾ ആ ഒരു ബ്രാക്കറ്റ് പരാന്തസിസ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ വർക്ക് ആവും, കോൾ ആവും. ഞാൻ വീണ്ടും ജാവാസ്ക്രിപ്റ്റ് റീഫ്രഷ് ചെയ്യാണ്. റീഫ്രഷ് ചെയ്ത സമയത്ത് 5 എന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഫംഗ്ഷൻ ഇവിടെ എക്സിക്യൂട്ട് ആയി. ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആയതുകൊണ്ട് ആ ഫംഗ്ഷന്റെ ഉള്ളിൽ എന്താണ് കോഡ് കൊടുത്തത്, ആ കോഡ് വർക്ക് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ ഈ ഫംഗ്ഷൻ ഇപ്പോഴും നമുക്ക് സ്റ്റാറ്റിക് ആണ്. അതായത് നമ്മൾ num1 num2 നമ്മളവിടെ ഹാർഡ് കോഡ് ചെയ്ത് കൊടുത്താണ്, അത് ഒരിക്കലും മാറില്ല. പിന്നെ ഈ ഫംഗ്ഷൻ നമുക്ക് റീയൂസ് ചെയ്യാന്ന് പറയുന്നതിൽ കൺസെപ്റ്റ് കാര്യമില്ലല്ലോ, കാരണം നമ്മൾ എപ്പോഴും റീയൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ ആൻസർ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ എന്തിന്റെ സമ്മാണ് കാണുന്നുള്ള ഈ ഫംഗ്ഷനിലേക്ക് നമുക്ക് പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. അങ്ങനെ പാസ് ചെയ്ത് കൊടുക്കുന്നതിനാണ് ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത്, അതായത് ഫംഗ്ഷൻ ഉണ്ടാക്കുക, വേരിയബിൾ ഡിഫൈൻ ചെയ്യാന്നുണ്ടല്ലോ, അതേപോലെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത്, ഉണ്ടാക്കുന്ന സമയത്ത് അതിന് എത്രയൊക്കെ വേരിയബിൾസ് ആണ്, ഏതൊക്കെ വേരിയബിൾസ് വേണമെന്നുള്ളത് നമ്മൾ പാരാമീറ്റേഴ്സ് ആയിട്ട് ഡിഫൈൻ ചെയ്യും. അതായത് ഇതിന് num1 വേണം, num2 വേണം, ഇൻപുട്ട് ആയിട്ട് വേണ്ടത് മാത്രം. നമ്മൾക്ക് റിസൾട്ടിനുള്ളത് ഇവിടെ നമ്മൾ പാസ് ചെയ്യണം എന്നല്ല, അത് ഉള്ളിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ num1 num2 എന്ന് പറയുന്നത് ഇതിന് പാസ് ചെയ്ത് കിട്ടണം എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യുന്നതാണ്. ഇങ്ങനെ ഫംഗ്ഷന്റെ പരാന്തസിന്റെ ഉള്ളിൽ കോമ ഇട്ടിട്ട് എത്രയൊക്കെ വേരിയബിൾസ് ഉണ്ട് നമുക്ക് കോമ ഇട്ട് കൊടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ സ്പേസ് ഇട്ടിട്ടുണ്ട്, ഒരു കോമ കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ടിട്ടുണ്ട്, ശ്രദ്ധിക്കാം. അപ്പോൾ num1 num2 നമുക്ക് ഇവിടേക്ക് പാസ് ചെയ്യണം. അപ്പോൾ പാസ് ചെയ്യുന്ന സമയത്ത് ഉള്ളിലുള്ള നമ്മൾ നേരത്തെ ഹാർഡ് കോഡ് ചെയ്ത വേരിയബിൾസിന്റെ ആവശ്യമില്ല. num1 num2 നമുക്ക് പാസ് ചെയ്ത് കിട്ടും. എന്നിട്ട് അതിന്റെ സമ്മ് കണ്ടിട്ട് നമ്മൾ അതിന്റെ സം എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യും, എന്നിട്ട് അത് അലേർട്ട് ചെയ്യും. അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മളിപ്പോൾ നമ്മൾ num1 num2 വേണം എന്നുള്ളത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നിടത്ത് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പാസ് ചെയ്തിട്ടില്ല. റീഫ്രഷ് ചെയ്ത് നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന നാൻ ആണ്. നാൻ എന്ന് പറഞ്ഞാൽ നോട്ട് എ നമ്പർ, ഒരു നമ്പർ അല്ല, നമുക്കൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് ഈ കോഡ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എന്തിൻ്റെയൊക്കെയാണ് സമ്മ് കാണേണ്ടത്, അത് num1 എന്ന് പറയുന്നത് 1 ആവും, num2 എന്ന് പറയുന്നത് 3 ആവും. ഏതൊക്കെയാണ് വാല്യൂസ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ ഇവിടെ കോൾ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ പാസ് ചെയ്ത് കൊടുക്കുക. ഇവിടുന്ന് പാസ് ചെയ്യുമ്പോൾ ഈ 1നെയും 3നെയും നമുക്ക് ആർഗ്യുമെന്റ്സ് എന്ന് വിളിക്കാം. നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നതിനാണ് ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. ആർഗ്യുമെന്റ്സ് ഇവിടെ നമ്മൾ num1 num2 നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണ് പാരാമീറ്റേഴ്സ്. ഇത് പാരാമീറ്റേഴ്സ് ആണ്. പിന്നെ ഇവിടെ നമ്മൾ പാസ് ചെയ്യുന്ന സമയത്ത് അതിനെ ആർഗ്യുമെന്റ്സ് എന്ന് വിളിക്കും. അപ്പോൾ ആർഗ്യുമെന്റ്സ് ഇവിടെ പാസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി
റീഫ്രഷ് ചെയ്ത് നോക്കാം. 1ഉം 3ഉം പാസ് ചെയ്ത് അപ്പോൾ 4 കിട്ടി. വീണ്ടും നമുക്കത് വിളിക്കാം, ഒന്നുകൂടെ വിളിക്കാം. അതായത് ഞാൻ 8ഉം 3ഉം പാസ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് വീണ്ടും നിങ്ങൾക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. ആ ഫംഗ്ഷൻ എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് വിളിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. അതാണ് ഫംഗ്ഷൻ, റീയൂസ് ചെയ്യാൻ പറ്റും. ആദ്യം ഞാൻ റീഫ്രഷ് ചെയ്ത് 4 വന്നു, ഓക്കെ ക്ലിക്ക് ചെയ്തപ്പോൾ 11 വന്നു, രണ്ടാമത്തെ അലേർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഫംഗ്ഷൻസ് ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് സ്ക്രിപ്റ്റ് SRC അല്ലാതെ ഇൻലൈൻ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇൻലൈൻ ആയിട്ട് കൊടുക്കുന്ന സമയത്ത് എന്താണ് നമ്മളെ സ്റ്റേറ്റ്മെന്റ്, അത് നമുക്ക് ആ ഒരു സ്ക്രിപ്റ്റ് ടാഗിന്റെ ഉള്ളിൽ കൊടുക്കാം. SRCന്റെ ആവശ്യമില്ല. console.log ഹിയർ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. SRC മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഹിയർ എന്ന് പറഞ്ഞാൽ console.log അവിടെ വന്നിട്ടുണ്ട്. SRC ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫംഗ്ഷൻ ഇവിടെ ഉണ്ട്. ഞാൻ ഈ ഫംഗ്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്ന കമന്റ് ചെയ്ത് വെച്ചു. ഇപ്പം നമ്മൾ ഈ ഫംഗ്ഷനിൽ നമുക്ക് ആ ഒരു കാൽക്കുലേഷൻ ചെയ്തിട്ട് അതിന്റെ വാല്യൂസ് അലേർട്ട് ചെയ്യണം. ഒരു പോപ്പപ്പ് ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. അതിന് പകരം നമ്മൾ ഫംഗ്ഷനിൽ കിട്ടുന്ന റിസൾട്ട് ഏതെങ്കിലും ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് അതിന് വെച്ചിട്ട് വേറെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷനിൽ റിട്ടേൺ ചെയ്യണം. അങ്ങനെ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കീവേഡ് ആണ് റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ അലേർട്ട് സം എന്ന് പറയുന്ന അലേർട്ട് നമ്മൾ ഒഴിവാക്കി ലെറ്റ് സം, ഒരു വേരിയബിൾ ഇവിടെ ഉണ്ടാക്കണം നിർബന്ധമില്ല. എന്താണ് ഓപ്പറേഷൻ അത് റിട്ടേൺ ചെയ്യാം. അല്ലെങ്കിൽ ആ ലെറ്റ് സം എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ടാക്കിയിട്ട് ആ വേരിയബിളിന്റെ പേര് റിട്ടേൺ ചെയ്യാം. റിട്ടേൺ സം. അപ്പോൾ വേരിയബിൾ സ്റ്റോർ ചെയ്തു, എന്നിട്ട് ആ വേരിയബിളിന്റെ വാല്യൂ എന്താണ് അതാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. ഇനി അതല്ലെങ്കിൽ റിട്ടേൺ കുറച്ചുകൂടെ ഷോർട്ട് ആക്കാൻ വേണ്ടിയിട്ട് ആ എക്സ്പ്രഷൻ, ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു ജാവാസ്ക്രിപ്റ്റിന്റെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ് വിളിക്കാം. അതായത് അതിന് കഴിഞ്ഞ ഒരു റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ റിട്ടേൺ ഒരു എക്സ്പ്രഷൻ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും. റിട്ടേൺ num1 + num2, എന്താണ് num1ഉം num2ഉം പ്ലസ് ചെയ്താൽ എന്താണോ കിട്ടുന്നത് അത് റിട്ടേൺ ചെയ്യുക, തിരിച്ചു തരിക എന്നാണ് ഇവിടെ പറയുന്നത്. റിട്ടേൺ എന്ന് പറയുന്ന കീവേഡാണ് നമ്മൾ യൂസ് ചെയ്യുക. അത് ഫംഗ്ഷന്റെ ഉള്ളിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം ഈ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ നമുക്ക് ആ ഒരു വേരിയബിൾസ് കിട്ടും. നമുക്ക് ഇവിടെ ഞാനിപ്പോൾ 8ഉം 3ഉം കൊടുത്തിട്ടുണ്ട്, ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അലേർട്ട് ഒന്നും കാണാൻ പറ്റില്ല. num1 num2 റിട്ടേൺ ചെയ്തിട്ട് അത് നമ്മളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതെനിക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഫംഗ്ഷൻ വിളിച്ചൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇവിടെ എനിക്ക് ലെറ്റ് സം എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടാക്കിയിട്ട് ആ വേരിയബിളിലേക്ക് ഫൈൻഡ് സം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വിളിച്ച് സ്റ്റോർ ചെയ്യും. എന്നിട്ട് അതിനുശേഷം ആ ഒരു വേരിയബിൾ സം എന്ന് പറയുന്ന വേരിയബിൾ ഇവിടെ പുറത്തുനിന്ന് എനിക്ക് അലേർട്ട് ചെയ്യോ അല്ലെങ്കിൽ കൺസോൾ ലോഗ് ചെയ്യോ എന്താണോ എനിക്ക് വേണ്ടത് അത് ചെയ്യാൻ പറ്റും. നേരത്തെ നമുക്ക് ലിമിറ്റഡ് ആയിരുന്നു, അലേർട്ട് മാത്രമേ വർക്കാവുള്ളൂ. ഇവിടെ വന്ന സമയത്ത് നമുക്ക് എന്തും ചെയ്യാം. അല്ലെങ്കിൽ ഈ വാല്യൂവിനോട് പിന്നീട് വേറൊരു വാല്യൂ കൂടെ ആഡ് ചെയ്യാം. അതായത് സം എന്നുള്ളത് പിന്നെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു വേരിയബിൾ ഉണ്ടാക്കാം. റിസൾട്ട് ഈക്വൽ ടു എന്താണ് സം +3, വീണ്ടും അല്ലെങ്കിൽ സം +6 എന്തെങ്കിലും ഒരു ഓപ്പറേഷൻസ് അഡീഷണൽ വീണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ പോലെ console.log റിസൾട്ട്. അപ്പോൾ ഇങ്ങനെ അഡീഷണൽ റിസൾട്ട് പിന്നെ വേണ്ടി നിങ്ങൾക്ക് അതിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റിട്ടേൺ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും നോക്കാം. ആദ്യം അത് റിട്ടേൺ ചെയ്ത് സം എന്ന് പറഞ്ഞ വേരിയബിൾ സ്റ്റോർ ചെയ്തു. എന്നിട്ട് ആ സം എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ അലേർട്ട് ചെയ്തു. നമ്മൾ console.log സം എന്ന് പറയുന്ന വേരിയബിൾ console.log ചെയ്തിട്ടുണ്ട്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ലൈനിലേക്ക് വരും. അത് ലോഗ് ചെയ്തു 11. അതേ സമയത്ത് തന്നെ നമ്മൾ ആ 11ഉം +6 അവിടെ പ്ലസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് നമ്മൾ console.log ചെയ്തിട്ടുണ്ട് 17. അപ്പോൾ ഇങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റിന്റെ റിട്ടേൺ വർക്ക് ചെയ്യുന്നത്. ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലായാലും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. ഒരു ഫംഗ്ഷൻ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കാൻ എളുപ്പമായിരിക്കും. അതേ കൺസെപ്റ്റ് ആണ്. ഫംഗ്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് എല്ലാ ലാംഗ്വേജിലും ഉണ്ട്. വേരിയബിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് എല്ലാ ലാംഗ്വേജിലും. ചെറിയ ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ജാവയിലൊക്കെ ആണെങ്കിൽ ടൈപ്പ് നിങ്ങൾ ആദ്യം തന്നെ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. ടൈപ്പ് മാറ്റാൻ പറ്റില്ല. ഡാറ്റ ടൈപ്പ് സ്ട്രിങ് ഒരു വേരിയബിളിലേക്ക് പിന്നെ അതിന്റെ വാല്യൂ മാറ്റിയിട്ട് നമ്പർ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കൺസെപ്റ്റ് ആദ്യം ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജും എത്രയും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും.